സംസ്ഥാനത്ത് കൊറിയർ വഴി വ്യാപകമായി ലഹരിക്കടത്ത് നടക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കൊറിയർ കമ്പനികൾ ഈ പരിപാടി അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം കൊറിയർ കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകും. 100 കോടിയിലധികം രാസലഹരി വസ്തുക്കളാണ് തൂഫാന്റെ ഭാഗമായി ഇതുവരെ പിടികൂടിയതെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കൊറിയർ വഴി വ്യാപകമായി ലഹരിക്കടത്ത് അത് തകൃതിയായി നടക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രിയുടെ തന്നെ കുറ്റസമ്മതം വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാകുന്നത്? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അധികൃതർക്ക് നൽകിയിരിക്കുന്നത്? അരുൺ. അശ്വതി, സംസ്ഥാനത്ത് ഈ ലഹരി ഒഴുക്ക് വലിയ രീതിയിൽ തുടരുമ്പോൾ അതിൽ ഈ ഓപ്പറേഷൻ തൂഫാനിലൂടെ ഇതുവരെ 100 കോടി രൂപയുടെ ഈ രാസലഹരി ഉൾപ്പെടെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ലഹരിക്കടത്ത് സംഘം പുതിയ രീതികൾ അവലംബിച്ചു വരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ കൊറിയർ വഴി ഈ ലഹരിക്കടത്താണ് ഇപ്പോൾ വ്യാപകമായിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. അങ്ങനെ ഈ കൊറിയർ വഴി ലഹരിക്കടത്ത് നടത്തുന്ന ആളുകളെയും മറ്റുമൊക്കെ പോലീസ് കൃത്യമായിട്ട് തന്നെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ചില കൊറിയറുകാർ അവർ ഇതിനെ ഒത്താശ ചെയ്യുന്നതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊറിയർ കമ്പനികൾ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ളൊരു താക്കീതാണ് ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി പാലക്കാട് വെച്ച് പറഞ്ഞിരിക്കുന്നത്. കൊറിയർ കമ്പനികൾ അവരുടെ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് കൃത്യമായി സ്കാൻ ചെയ്ത് പരിശോധിച്ചതിന് ശേഷം മാത്രം അത് അയക്കണം. കൊറിയർ കമ്പനികൾക്ക് അതിനുവേണ്ട സാങ്കേതിക വിദ്യകളും മറ്റുമൊക്കെ ഉണ്ട്. അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. കൊറിയർ വഴി എന്ത് സാധനം വന്നാലും അതിന് ഉത്തരവാദി കൊറിയർ കമ്പനിയാണ് എന്ന തരത്തിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ ഈ കൊറിയർ കമ്പനികളെ കേന്ദ്രീകരിച്ച് മറ്റുമൊക്കെ അന്വേഷണം ശക്തമാക്കും. ഏതെങ്കിലും തരത്തിൽ കൊറിയർ വഴി ലഹരിക്കടത്ത് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയും അതിൽ കൊറിയർ കമ്പനികൾക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്താൽ ശക്തമായ നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കും എന്നുള്ളതാണ്, പോലീസ് കടക്കും എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടം ഉടൻ തന്നെ ആരംഭിക്കും. ഓണം കഴിഞ്ഞാൽ ഉടൻ ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടം എന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. ശരി, വിവരങ്ങൾ വ്യക്തമാണ് അരുൺ ആലത്തൂർ. സംസ്ഥാനത്ത് കൊറിയർ വഴി വ്യാപകമായുള്ള ലഹരിക്കടത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ഈ തൂഫാന്റെ 2ാം ഘട്ടം അത് ഓണത്തിന് ശേഷം നടപ്പിലാക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്.